എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 അതുപോലെ തന്നെ +2 വിദ്യാർത്ഥികളുടെ പേപ്പർ വാല്യുവേഷൻ നാളെ മുതൽ ആരംഭിക്കും. അപ്പോൾ ഏപ്രിൽ 3-ാം തീയതി മുതൽ ഏപ്രിൽ 20-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികളുടെ പേപ്പർ വാല്യുവേഷൻ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട സംശയമായിരുന്നു ഡബിൾ വാല്യുവേഷൻ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സയൻസ്, അതുപോലെ തന്നെ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നിവയിലെ സബ്ജക്റ്റുകൾ ഡബിൾ വാല്യുവേഷൻ ഏതെങ്കിലും ചെയ്യുന്നുണ്ടോ, അതായത് കൊമേഴ്സും ഹ്യൂമാനിറ്റീസും അതിൽ ഏതെങ്കിലും വിഷയങ്ങൾ ഡബിൾ വാല്യുവേഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ +2 ക്ലാസ്സുകൾ എപ്പോഴാണ് ആരംഭിക്കുക എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷത്തെ +2 ക്ലാസ്സുകൾ ആരംഭിക്കുക ജൂൺ മാസം 2nd വീക്കോടെയാണ്. കാരണം ഈ ഒരു ജൂൺ ആദ്യവാരം ഈ ഒരു ലോക്സഭ ഇലക്ഷൻ്റെ ആ ഒരു റിസൾട്ട്, അതായത് ഈ ഒരു വോട്ടെണ്ണൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ക്ലാസ്സുകൾ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം 2nd വീക്കോടെ മാത്രമേ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകൾ ആരംഭിക്കുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ച മറ്റു സംശയമാണ് ഡബിൾ വാല്യുവേഷൻ എങ്ങനെയാണ് എന്നുള്ളത്, അതുപോലെ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഡബിൾ വാല്യുവേഷൻ ചെയ്യുക എന്നുള്ളത്. ആദ്യം തന്നെ എന്താണ് ഡബിൾ വാല്യുവേഷൻ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഡബിൾ വാല്യുവേഷൻ എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു ആൻസർ പേപ്പർ ആദ്യം തന്നെ ഒരു ടീച്ചർ ചെക്ക് ചെയ്യും. അപ്പോൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളത് ആ ഒരു മാർക്ക് സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിൽ ആദ്യം ടീച്ചർ വാല്യുവേഷൻ ചെയ്യുന്നത് പെൻസിൽ കൊണ്ടാണ്. അപ്പോൾ ആ ഒരു പെൻസിൽ കൊണ്ട് എഴുതിയിട്ടുള്ളത് മായ്ക്കും. അപ്പോൾ അത് മായ്ച്ച ശേഷം വീണ്ടും സെക്കൻഡ് വാല്യുവേഷനായിട്ട് മറ്റൊരു ടീച്ചറുടെ കയ്യിലേക്ക് ആ ഒരു നിങ്ങളുടെ ആൻസർ ഷീറ്റ് നൽകും. അതിനുശേഷം ആ ഒരു ടീച്ചറും ഇതേ രീതിയിൽ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ടാണ് വാല്യുവേഷൻ ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ വാല്യുവേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആദ്യം വാല്യുവേഷൻ ചെയ്ത ടീച്ചർ നൽകിയ മാർക്കും അതുപോലെ രണ്ടാമതായിട്ട് വാല്യുവേഷൻ ചെയ്ത ടീച്ചർ നൽകിയ മാർക്കും താരതമ്യം ചെയ്യും. അപ്പോൾ അങ്ങനെ താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതായത് 10% മാർക്കിൻ്റെ വ്യത്യാസം വരികയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 60 മാർക്കിൻ്റെ കെമിസ്ട്രി, അപ്പോൾ കെമിസ്ട്രിയാണ്, അപ്പോൾ ഈ കെമിസ്ട്രി ഒരു ടീച്ചർ വാല്യുവേഷൻ ചെയ്യുന്നു. അപ്പോൾ വാല്യുവേഷൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് 20 മാർക്കാണെന്ന് കരുതുക. മറ്റൊരു ടീച്ചർ വാല്യുവേഷൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് ഒരു 26 മാർക്കാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ആകെ മാർക്കിൻ്റെ 10% മാർക്ക് കൂടിയതായിട്ട് കാണാം. അതായത് 6 മാർക്കാണ് 10% കൊണ്ട് ഉദ്ദേശിക്കുന്നത് 60 മാർക്കിൻ്റെ വിഷയത്തിൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ അതായത് 6 മാർക്ക് കൂടിയിട്ടുള്ളത് കാണാം. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വീണ്ടും നിങ്ങളുടെ പേപ്പർ മൂന്നാമതായിട്ട് ഒരു ടീച്ചർ കൂടി വാല്യുവേഷൻ ചെയ്യാനായിട്ട് കൊടുക്കും. ഈ ഒരു 2 ടീച്ചർ വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് 10% വ്യത്യാസം വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ ലഭിച്ചത് ആ ഒരു മാർക്കാണ് നിങ്ങളുടേതായിട്ട് പരിഗണിക്കുക. ഇങ്ങനെ രണ്ടും തമ്മിൽ ഏകദേശം 10% അതിൽ കൂടുതൽ മാർക്ക് വ്യത്യാസം വരുന്ന സാഹചര്യത്തിൽ മൂന്നാമതായിട്ട് മറ്റൊരു ടീച്ചർ കൂടി നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ ചെയ്യും. അങ്ങനെ വാല്യുവേഷൻ ചെയ്ത് മൂന്നാമതായിട്ട് ടീച്ചർ വാല്യുവേഷൻ ചെയ്ത് എത്ര മാർക്കാണോ ലഭിച്ചത് ആ ഒരു മാർക്കായിരിക്കും ആ ഒരു വിദ്യാർത്ഥിയുടെ മാർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയാണ് ഡബിൾ വാല്യുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങളുടെ പേപ്പർ 2 ടീച്ചർ, അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ അതായത് ആൻസർ പേപ്പർ 2 ടീച്ചേഴ്സ് വാല്യുവേഷൻ ചെയ്യും. വാല്യുവേഷൻ ചെയ്ത ശേഷം അതിൽ 10% ഡിഫറൻസ് ഉണ്ടെങ്കിൽ മൂന്നാമതായിട്ട് മറ്റൊരു ടീച്ചറും, അതുപോലെ തന്നെ ഡിഫറൻസ് ഇല്ല എങ്കിൽ ഏത് ടീച്ചറാണോ നൽകിയ കൂടുതൽ മാർക്ക് ആ ഒരു മാർക്കുമാണ് നിങ്ങളുടേതായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ഡബിൾ വാല്യുവേഷൻ എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ മത്സര പരീക്ഷകളിലെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് നിങ്ങളുടെ +2 മാർക്കുകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എങ്കിൽ മാത്രമാണ് ഈ ഒരു പേപ്പർ ഡബിൾ വാല്യുവേഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ കേരളത്തിൽ കീം, അതായത് കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷനിൽ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് സയൻസ് വിദ്യാർത്ഥികളുടെ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് എന്നിവയുടെ മാർക്ക് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു 2nd ഇയർ, അതായത് +1 അല്ല 2nd ഇയറിലെ സബ്ജക്റ്റുകളാണ് ഡബിൾ വാല്യുവേഷൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് 1st ഇയറിലെ ആ ഒരു വിദ്യാർത്ഥികളുടെ ഈ ഒരു മാത്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ തന്നെ ഫിസിക്സ് എന്നീ സബ്ജക്റ്റുകളും ഡബിൾ വാല്യുവേഷനാണ് ചെയ്യപ്പെടുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഡബിൾ വാല്യുവേഷൻ ചെയ്തിട്ട് അതായത് നിങ്ങൾക്ക് ആ ഒരു ഡബിൾ വാല്യുവേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളത് ആ ഒരു മാർക്കായിരിക്കും നിങ്ങളുടേതായിട്ട് പരിഗണിക്കുന്നത്. ബാക്കിയുള്ള സബ്ജക്റ്റുകളുണ്ട്, അതായത് ഈ ഒരു
ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷനുള്ള വിദ്യാർത്ഥികൾ അതുപോലെ കൊമേഴ്സ് കോമ്പിനേഷനുള്ള വിദ്യാർത്ഥികളുടെ സബ്ജക്റ്റുകൾ ഡബിൾ വാല്യുവേഷൻ ചെയ്യുന്നതല്ല. അത് ഈ ഒരു ആകെ 3 സബ്ജക്റ്റുകൾ മാത്രമാണ് ഡബിൾ വാല്യുവേഷൻ ചെയ്യുന്നത്. അതായത് ഫിസിക്സും അതുപോലെ തന്നെ കെമിസ്ട്രിയും മാത്തമാറ്റിക്സും. ഇത് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് നിങ്ങളുടെ മാർക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ആ ഒരു ഡബിൾ വാല്യുവേഷൻ +2 ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ തന്നെ മാത്സ് എന്നിവ മാത്രമേ ഡബിൾ വാല്യുവേഷൻ ചെയ്യുന്നുള്ളൂ. വേറെ ഒരു സബ്ജക്റ്റും ഡബിൾ വാല്യുവേഷൻ ചെയ്യുന്നതല്ല. അതുപോലെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുന്നത് +1 വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഏകദേശം ജൂലൈ ആദ്യവാരമായിരിക്കും. +2 വിദ്യാർത്ഥികളുടെ റിസൾട്ട് മെയ് 20-ാം തീയതിക്ക് ശേഷമായിരിക്കും പ്രസിദ്ധീകരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഫിസിക്സും കെമിസ്ട്രിയും മാത്സും മാത്രമാണ് ഡബിൾ വാല്യുവേഷൻ ചെയ്യുന്നത്. വേറൊരു സബ്ജക്റ്റും ഡബിൾ വാല്യുവേഷൻ ചെയ്യുന്നതല്ല. നിങ്ങളുടെ റിസൾട്ട് വന്ന ശേഷം ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് റീവാല്യുവേഷന് അപേക്ഷ നൽകാൻ സാധിക്കും. എങ്കിലും ഈ ഒരു ഡബിൾ വാല്യുവേഷൻ നടന്നിട്ടുള്ള സബ്ജക്റ്റുകളായിട്ടുള്ള ഫിസിക്സ് അതുപോലെ കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവയ്ക്ക് റീവാല്യുവേഷന് അപേക്ഷ നൽകുന്നതിനുള്ള അവസരം ഉണ്ടാവില്ല. കാരണം ഡബിൾ വാല്യുവേഷൻ നടക്കുന്നത് കൊണ്ടാണ്. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് റീവാല്യുവേഷനായിട്ട് അപേക്ഷ നൽകുന്നതിന് ആ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷം അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് അവസരം കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്കൂളിൽ അപേക്ഷ നൽകിക്കൊണ്ട് ഈ ഒരു രീതിയിൽ റീവാല്യുവേഷനൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ നാളെ മുതൽ ഈ ഒരു ഏപ്രിൽ 20-ാം തീയതി വരെയാണ് നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.